വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗിദിയോൻ ബാൽ വിഗ്രഹങ്ങളെയും അവയുടെ ബലിപീഠവും തകർത്ത് കളഞ്ഞ് വിഗ്രഹാരാധനയ്ക്കെതിരെ പോരാടിയതുകൊണ്ട് ബാൽ വിഗ്രഹങ്ങളെ തകർത്തവൻ എന്നർത്ഥമുള്ള ജെറുബ്ബാൽ എന്ന പേര് കിട്ടി. മിദിയാൻ പ്രഭുക്കളായ ഓറേബിനെയും സേബിനെയും കൊന്ന് കീഴടക്കിയ ശേഷം ഗിദിയോനും അവൻ്റെ 300 യോദ്ധാക്കളും മിദിയാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും യുദ്ധം ചെയ്ത് കീഴടക്കാനായി ജോർദാൻ്റെ മറുകര കടന്നു. സേബായും സൽമുന്നായും 15,000-ഓളം ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നു. ഗിദിയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു. ഇസ്രായേൽ ജനം ഗിദിയോനോട് പറഞ്ഞു, നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദിയാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ഗിദിയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും ഭരിക്കുകയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. ന്യായാധിപന്മാർ 8-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. ഗിദിയോൻ യുദ്ധത്തിൽ കീഴടക്കിയ മിദിയാൻ രാജാക്കന്മാരിൽ നിന്നും കവർന്ന സ്വർണം കൊണ്ട് ഒരു ഏഫോദ് നിർമ്മിച്ച് അത് ഓഫ്ര പട്ടണത്തിൽ സ്ഥാപിച്ചു. ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ച് വീണ്ടും ദൈവകോപത്തിനിരയായി. വീണ്ടും തലയുയർത്താൻ അവർക്ക് സാധിച്ചില്ല. ഗിദെയോൻ വൃദ്ധനായി മരിച്ചു. അവനെ അബിയേസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു. ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി. ബാൽദേവന്മാരെ ആരാധിച്ചു. ബൽബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്നും തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ അനുസ്മരിച്ചില്ല. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.